ഒരു വർഷം ഇങ്ങനെ ചക്ക സൂക്ഷിക്കാന്നുള്ള ഒരു വീഡിയോ ഞാൻ ഒരു മാസം മുമ്പേ ഇട്ടിരുന്നു എൻ്റെ ചാനലിൽ. അതിൽ നിന്നെടുത്ത ചക്ക കൊണ്ടാണ് ഞാൻ ഇന്നൊരു പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു മാസം മുമ്പേ സൂക്ഷിച്ചതാണ് കേട്ടോ. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചക്ക ഫ്രഷ് ആയിട്ടുണ്ടാവുമെന്നില്ല. അപ്പോൾ അത് ഞാനിന്ന് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഒരു 1.5 മാസമായി കേട്ടോ ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ട്. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ മഴ കുറച്ച് തുടങ്ങിയ സീസണിൽ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ ചക്ക, ഒരു പ്രശ്നമില്ല. അപ്പോൾ ചിലർ അതും ചോദിച്ചിട്ടുണ്ട്, മഴ കൊണ്ട് ചക്ക ഇട്ട് വെക്കാം, അതും ഇട്ട് വെക്കാം കേട്ടോ. നല്ല ഫ്രഷായി തന്നെ ഉണ്ട് കേട്ടോ. ഇത് വെച്ചാണ് ഞാൻ ഇന്ന് പലഹാരം ഉണ്ടാക്കുന്നുള്ളത്. ഐസ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഞാനിത് പുറത്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ തുറന്നെടുക്കുന്നുള്ളത്. അപ്പോഴത്തേക്ക് തന്നെ ആ ഐസ് എന്ന് വെച്ചാൽ അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും കണ്ടാൽ തന്നെ മനസ്സിലെത്തും ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം വരെ നമുക്ക് ഈ ചക്ക കൊണ്ട് പല തരത്തിലും പലഹാരം ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ബൻസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ തരത്തിലുള്ള പലഹാരമോ അല്ലെങ്കിൽ ചക്കപ്പുഴുക്കോ ചക്കത്തോരനോ എന്തും വെക്കാം കേട്ടോ. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് ഫ്രീസറിൽ വെക്കുന്നത് ശരിയല്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാം കേട്ടോ. ചക്ക ഫ്രീസ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2ആയി മുറിച്ചിട്ട് ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇത് പച്ച ചക്കയാണ്, പഴുത്ത ചക്കയല്ല. അതുകൊണ്ട് നന്നായി തന്നെ അരിഞ്ഞ് കിട്ടണം. ഒറ്റ പ്രാവശ്യം അരക്കുമ്പോൾ അങ്ങനെ അരിഞ്ഞ് കിട്ടില്ല കേട്ടോ. പിന്നെ ചക്ക എടുത്ത് അതേ കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ ചക്ക എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് പഞ്ചസാര എടുക്കേണ്ടത്. ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതുപോലെ ഇത്രയും സ്മൂത്തായി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. ഈ പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ നന്നായി നമുക്ക് അരഞ്ഞ് കിട്ടും. കുറച്ച് 2-3 പ്രാവശ്യം അരച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അരയും കഴിയുമ്പം വീണ്ടും അതൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അരച്ചാൽ മതി. ഇപ്പോൾ ഇത്രയും സ്മൂത്തായി തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് നോക്കി ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. അധികം പുളി വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. ഒരു 3 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണും അല്ല ടേബിൾ സ്പൂണും അല്ല, അതിൻ്റെ മിഡിൽ ഉള്ള സ്പൂണാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രയും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ തീരെ എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ് കേട്ടോ. നമ്മൾ ബൻസ് സാധാരണ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ പഴം വെച്ചിട്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴം എപ്പോഴും വീട്ടിലുണ്ടാവുന്നില്ല. അപ്പോൾ ഈ ചക്ക സീസണിൽ ഇതുപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് ഏത് സമയം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയാണ്. മൈദ ഞാനിപ്പോൾ ചക്ക എടുത്ത് അതേ കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര കപ്പ് മൈദ വേണമെന്നില്ല ഞാൻ അവസാനം പറയാം. ഇതുപോലെ കുറേശ്ശെയായി ചേർത്ത് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ബൺസിൻ്റെ ആ പാകം വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദ മുഴുവനായും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി ലൂസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഇട്ട് ഞാൻ വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 1/2 കപ്പ് ഞാൻ മുഴുവനായും തന്നെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. കാരണം ചപ്പാത്തി മാവിൻ്റെ അത്രയും ഡ്രൈ ആവരുത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഈ ഒരു ടെക്സ്ചർ കണ്ടോ, പിടിക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായി വേണം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒന്നും ആ ഒരു ടൈറ്റ് ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പൊങ്ങാനായി വെക്കണം. ഇതിപ്പോൾ വൈകിട്ട് കുഴച്ച് വെക്കുന്നതെങ്കിൽ വൈകിട്ടോ രാത്രിയോ കുഴച്ച് വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാം. ഒരു 12 മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായി തന്നെ ഇത് പൊങ്ങി വരും. ഞാൻ പക്ഷേ ഇപ്പോൾ രാവിലെ 6 മണിക്കാണ് ഇത് കുഴച്ച് വെക്കുന്നതല്ല, വൈകിട്ട് ഒരു 5 മണിക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരുവിധം നന്നായി പൊങ്ങിയിട്ടുണ്ട്. അത്രയും സമയം എന്തായാലും വേണം നമുക്ക് കേട്ടോ. അപ്പോൾ ഒരു തുണി ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇതുപോലെ അടച്ചു വെക്കണം. അപ്പോൾ ഇത് വൈകിട്ട് ഞാൻ ഉണ്ടാക്കാനാകുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടി നന്നായി കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. പക്ഷേ ഒരുമിച്ചെല്ലാം ബോൾസാക്കി വെക്കരുത്. അപ്പോൾ ഡ്രൈ ആയിപ്പോവും നമ്മുടെ ഈ ബാറ്റർ. അങ്ങനെ ഡ്രൈ ആയാൽ അത്ര നല്ലൊരു പലഹാരം കിട്ടില്ല കേട്ടോ. നമുക്ക് ഉള്ളൊക്കെ നല്ല ആരെടുത്ത പലഹാരം തന്നെ വേണമല്ലോ. അപ്പം ഞാനൊരു
3 ഉണ്ടാക്കി വെക്കുന്നത്, 3 4 നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. പിന്നെ വീണ്ടും നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നേരത്തെ പോലെ തന്നെ കവർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഡ്രൈ ആവും. എല്ലാം മുഴുവനും പരത്തി നമുക്ക് ഒരുമിച്ച് ചൂടാന്ന് വെച്ചാൽ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഈ 3 പരത്തിയെടുക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പലഹാരം നമുക്ക് കിട്ടുന്നത്. ഇത് പരത്തുമ്പോഴും അധികം തിന്നായി പരത്തരുത്, കുറച്ചൊരു കട്ടി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുക. സാധാരണ പൂരിയിലൊക്കെ വലിപ്പത്തിൽ, അതിലും കുറച്ച് കട്ടിയായാലും കുഴപ്പമില്ല. അതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ 3 കൂടി പരത്തി നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരാം. അത് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, എന്നാലേ നന്നായി ഇങ്ങനെ പൊള്ളി വരുള്ളൂ. ഈ ചപ്പാത്തി കോലുകൊണ്ട് തന്നെ പരത്തണമെന്നില്ല, നമ്മളൊരു പ്ലേറ്റിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. അത്രയും നമുക്ക് അധികം പരത്തിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്ന എണ്ണയിൽ നമ്മളിത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ബബിൾസായി പൊങ്ങി വരും കേട്ടോ. എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതത്ര നന്നായി പൊങ്ങി വരില്ല ഈ പലഹാരം. എണ്ണയുടെ ചൂട് കുറയരുത്. ഇനിയിപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു കളർ വരുന്ന പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതുപോലെ കളർ മാറി കിട്ടും നമുക്ക് കേട്ടോ. ഈ പലഹാരം നമുക്ക് ഒരു 4 ദിവസം പുറത്ത് വെച്ച് ഉപയോഗിക്കാം, ഒന്നും കേടാവില്ല കേട്ടോ. ഇത് 4 ദിവസം 5 ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രഷായി തന്നെ ഉണ്ടാവും കേട്ടോ. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ടേസ്റ്റ് കുറയുമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ സാമ്പാറിൻ്റെ കൂടെയോ പിന്നെ കട്ടി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, വെറുതെ മുളകും ഉള്ളിയും കൂടി വാട്ടിയിട്ട് തേങ്ങയുടെ കൂടെ അരച്ചിട്ട് അതുപോലെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. സാധാരണ ഇത് മാംഗ്ലൂർ സൈഡിലൊക്കെയാണ് ബൺസ് ഉണ്ടാക്കാറ്. എല്ലാവരും മൈസൂർ പൂവൻ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ചക്ക വെച്ച് ഉണ്ടാക്കുമ്പോഴും അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ചക്ക അരച്ച് പല തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആരും അധികം ഉണ്ടാക്കി കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. വീട്ടിൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അമ്മയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പഴം വെച്ചും ചക്ക വെച്ചും ചക്കക്കുരു വെച്ചും ഇങ്ങനെയൊക്കെയല്ലേ പണ്ട് പലഹാരം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ ചക്കക്കുരു വെച്ചും ചക്ക വെച്ചും വെറൈറ്റി പലഹാരത്തിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.